കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ് ജില്ലാ തലത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻപൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആനുകാലിക വിവരങ്ങൾ എന്താണെങ്കിലും പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവരവരുടെ വിഷയങ്ങളും പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? കെ. മാധവൻ നായർ. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? വി.ഡി. സവർക്കർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മഹാത്മാഗാന്ധി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസിന്റെ. ഇന്ത്യയുടെ വാനമ്പാഴി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരവിന്ദ ഘോഷ്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? അരവിന്ദ ഘോഷ്. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? കെ. പി. ആർ. ഗോപാലൻ. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജയപ്രകാശ് നാരായണൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഏതാണ്? വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ എന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണൻ പിള്ള. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ. എം. പണിക്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു?
കൊൽക്കത്ത. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരാണ്? ഹെർബർട്ട് ബേക്കർ. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ. മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെ പറ്റിയാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ പറ്റി. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏതു ജയിലിലാണ് അടച്ചത്? നൈനി ജയിലിൽ. വിനോബ ഭാവെയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? വിനായക് നർഹരി. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം ഏത്? 1923. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? K. കേളപ്പൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം ആരായിരുന്നു? ബദറുദ്ദീൻ ത്യാബ്ജി. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? കോമൺവെൽത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ട്, ബോംബെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ചെങ്കോട്ട.